ഈ SDP-യുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് റെയ്ഡും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അവരെ ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. പല മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കാണുന്നതാണ്. ഇനി വരുന്ന ഒരു 2 തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും SDP-യുടെ റോൾ എന്തായിരിക്കും? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDP-ഐ പ്രാദേശിക തലത്തിലൊരു കുതിച്ചുകയറ്റം നടത്തും. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിലുള്ളവർ കൂടിയാണ് SDP-ഐയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് തത്വത്തിൽ ശരിക്കും ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ലിസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഇതിനെ നിരോധിക്കുക എന്ന് പറയുന്നത് അല്പം പ്രശ്നത്തിലുള്ള കാര്യമാണ്. അത്ര പെട്ടെന്ന് അങ്ങോട്ട് നടക്കത്തില്ല. പക്ഷേ ഇവരെ ഒന്ന് അടിച്ചമർത്താനും ഇവരുടെ ഓഫീസുകൾ റെയ്ഡ് നടത്താനും അതുപോലെ ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ആ സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണ് എന്നുള്ളതിലൊക്കെ അന്വേഷണം നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഇവരുടെ ഒരു വളർച്ചയെ നേരിടാനായിട്ട് കേന്ദ്രത്തിന് സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഒരു മലയാളിയാണല്ലേ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഓഫീസുകളിലും റെയ്ഡ് നടക്കും. അത് അവരുടെ പ്രധാനപ്പെട്ട 2 ഓഫീസുകൾ, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്തും പിന്നീട് മറ്റൊന്ന് മലപ്പുറത്തും. അതിനോടൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടന്നു. ബീഹാർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, തമിഴ്നാട് ഇവിടങ്ങളിലൊക്കെ. പിന്നെ വിദേശങ്ങളിൽ ഇവരുടെ ചില ഇൻഫ്ലുവൻസിൽ അവിടെ നിന്ന് വരുന്ന സാമ്പത്തിക ഉറവിടമൊക്കെ തന്നെ അന്വേഷിക്കുകയും ചെയ്തു. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളതാണ്. ഇവരെ ഈ വളർത്തുന്നത് കേരളത്തിലെ കാര്യത്തിലേക്ക് നോക്കാം. ഈ കേരളത്തിലെ മുന്നണികളൊക്കെ തന്നെയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്, ഇവർക്ക് അഭയം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഈ മുന്നണികളൊക്കെ ഇടപെട്ടു. അത് ജനാധിപത്യ ധ്വംസനമാണ്, പൗരാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംഘടിതമായിട്ട് ഒരു എതിർപ്പ് ശക്തമായിട്ട് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഉന്നത നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തി ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമെല്ലാം ഈ പ്രതിഷേധിച്ചവരുടെ ഒന്നും അനക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി കാര്യം മുൻപുണ്ടായിരുന്നത് പോലെയുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ദേശീയ തലത്തിൽ ഇങ്ങനെ നിരോധനം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിരോധനമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടരന്വേഷണവും അതുപോലെ തന്നെ ഇവരുടെ വസ്തുവകകളെല്ലാം തന്നെ ജപ്തി ചെയ്തതും ഒക്കെ ഇവരുടെ മൊത്തത്തിലെ പൂട്ടാനുള്ള ഒരു നീക്കമാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് SDP-ഐയുടെ നേരെ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. ഇവർക്ക് നമ്മൾ പല കാര്യങ്ങൾ കേരളത്തിൽ കാണുന്നതാണ്. ഇവരുടെ മെക്സവർ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ ഇവർ സംഘടിതമായി ചേരുന്നു. SDP-ക്ക് അല്ലാതെ തന്നെ ചേരാം, അവർക്ക് യോഗം ചേരാം, അവർക്ക് പാർട്ടി ഓഫീസുകളുണ്ട്. ഇത് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് പ്രാദേശിക തലത്തിലായിരിക്കും. അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 10,000-10,000-ലധികം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. ഇപ്പം പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവരുടെ ഒരു സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. അത് പലരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിണറായി വിജയൻ വയനാട് പ്രസംഗിക്കുമ്പോൾ പോലും പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധമാണ് ലീഗ് വെച്ച് പുലർത്തുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അല്ലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-ഐയുടെയും ഒക്കെ തന്നെ തീവ്ര സ്വഭാവമാണ് എന്ന്. ഇവരെയൊക്കെ തന്നെ ഓരോ മണ്ഡലത്തിലും അവർക്ക് 10,000-ലധികം വോട്ടുണ്ട്. അപ്പോഴേക്കും അവർ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ ചിലപ്പോൾ UDF-നെ സഹായിക്കാനല്ലേ ശ്രമം നടത്തുള്ളൂ. UDF-നെ ആകാം, അല്ലെങ്കിൽ LDF-നെയും ആകാം. അവരെയും സഹായിച്ചിട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ.
ഇപ്പം പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞിട്ടും എത്ര വൈകിയാണ് അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ട്? ഇവിടെ ഭരിക്കുന്നതാര്? LDF സർക്കാർ. അവർ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ട്? അവർക്ക് വേണ്ട തരത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരുടെ വോട്ട് ബാങ്കൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. ഈ പോപ്പുലർ ഫണ്ടുകാരല്ലേ തൊടുപുഴയിലെ അധ്യാപകൻ TJ ജോസഫിൻ്റെ കൈവെട്ടിയത്, എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ വധിച്ചത്? ഇവിടെയൊക്കെ തന്നെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകേണ്ട പോപ്പുലർ ഫ്രണ്ടിന് വേണ്ട തരത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വോട്ട് ബാങ്കാണ്. ഈ TJ ജോസഫിൻ്റെ കൈവെട്ടിയപ്പോൾ അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി പറഞ്ഞത് എന്താണ്? ആ TJ ജോസഫ് ഒരു മണ്ടനാണ് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചോദ്യമിട്ടതുകൊണ്ട്. ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ കൈവെട്ടുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണ് ഇപ്പം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടിരിക്കുന്ന MA ബേബി, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, താനാണ് വിദ്യാഭ്യാസത്തിൽ എല്ലാം കൊണ്ടുവന്നത് എന്ന് സ്വയം നെഹളിച്ച് നടക്കുന്ന MA ബേബി. പിന്നെ അദ്ദേഹം പച്ച പിടിച്ചിട്ടില്ല. കാരണം അത് പിണറായിയുടെ ഒതുക്കി കൊണ്ടുവന്നിരുത്തിയതാണ്. 14 കൊണ്ടുപോയി കൊല്ലത്ത് നിർത്തി, അങ്ങോട്ട് പിന്നീട് കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒതുക്കിയിരുത്തി. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിണറായിയുടേതായ കാര്യങ്ങളൊന്നും സുഗമമായിട്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ വോട്ട് പിടിക്കുമ്പോൾ അത് വളരെ ഇപ്പം UDFന് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യവും കാണുന്നുണ്ട്. ഇപ്പോൾ UDFുമായിട്ടാണ് SDPIക്ക് ബന്ധം കൂടുതൽ. ഇത് അതൊരു തുറന്ന ബന്ധമാണ്, നമ്മൾ പാലക്കാട് കണ്ടതാണ്. പാലക്കാട് ഈ പറഞ്ഞതുപോലെ അവർ തന്നെ പ്രഖ്യാപിച്ചതാണ്, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണക്കാർ ഞങ്ങളാണ്. ആരുടെ? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഞങ്ങളാണ്, SDPIക്കാരാണ് എന്ന് പറഞ്ഞ് വിജയാഹ്ലാദ പ്രകടനവും നടത്തിയവരാണ്. അപ്പം ഈ ലീഗും ഇവരും ഒക്കെ തന്നെയായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടി SDPIയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിക്കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന പടം പത്രങ്ങളിലും ഒക്കെ ചാനലുകളിലും ഒക്കെ വന്നതാണ്. കുഞ്ഞാലിക്കുട്ടി അതൊന്നും നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ SDPIയെ ഇവർക്ക് കൂടെ നിർത്താൻ അറിയാം. ലീഗ് അധ്വാനിക്കും, കാരണം ലീഗിന് ഭരണം 26-ൽ വേണം. അതുകൊണ്ട് SDPIയുമായിട്ട് കൈകോർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. കാരണം ഇപ്പം ഈ UDFിനകത്തൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ലീഗാണ് പരിശ്രമിക്കുന്നത്. കാരണം ലീഗിനാണ് അധികാരം ഇപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് കോൺഗ്രസിനേക്കാൾ. കോൺഗ്രസിന് താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് കലഹം ഒഴിയത്തില്ല ഒരിക്കലും. പക്ഷേ ലീഗ് അതല്ല. ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആധിപത്യമുണ്ട്. ആ ആധിപത്യത്തിൽ കൂടെ അവർ കോൺഗ്രസിനെയും നിയന്ത്രിച്ചു കൊണ്ടുപോകും. ഒപ്പം ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കക്ഷികളുമായിട്ട് കൂട്ടുകൂടുകയും ചെയ്യും, അവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അപ്പോൾ SDPI, പിന്നെ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെയൊക്കെ തന്നെ ഇത് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണല്ലോ പിണറായി വയനാട്ടിൽ അത് തുറന്നു പറഞ്ഞത്. ഇപ്പോഴും അത് തുറന്നു പറയും. ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്ക് വീണ്ടും അത് പിണറായി ആവർത്തിക്കും. എന്നിട്ട് ആ വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിണറായി കാണുന്നത്. അപ്പോൾ ലീഗിനകത്തൊരു പിളർപ്പുണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമവും പിണറായി നടത്തുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് UDFന് ദോഷം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിൽ പിണറായി തന്ത്രപൂർവ്വം നീങ്ങുന്നത്. അപ്പോൾ ലീഗിനെ വെച്ച് കളിക്കുക. ലീഗ് എന്ന് പറയുന്നത് എന്തായാലും ഇനിയും കേരള രാഷ്ട്രീയത്തിലെ ഒരു 25 കൊല്ലത്തേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ലീഗ് ഒരു നിർണായക ഘടകമാണ്. ഇത്രയും കാലവും നിർണായക ഘടകം തന്നെ ആയിരുന്നു. ഈ ലീഗ് LDFിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിയായിട്ട് മാറും. ലീഗ് ഒരിക്കലും LDFിലേക്ക് വരുന്നതിനെ അനുകൂലിക്കുന്നില്ല. LDFിലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ കക്ഷിയായ CPI മറ്റ് വേറൊരു ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ചർച്ച നടത്തിയപ്പോൾ തന്നെ വലിയ എതിർപ്പുകളുമായി അവർ അന്ന് കാനം രാജേന്ദ്രൻ ആയിരുന്നു പാർട്ടി സെക്രട്ടറി. അന്ന് വളരെ ശക്തമായ എതിർപ്പൊക്കെ ഉണ്ടായി. പിന്നീട് ആ എതിർപ്പൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ട് LDFന് അനുകൂലമായിട്ടുള്ള ചില സീറ്റുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ UDFിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതും ആരാണ്? ലീഗ് തന്നെയാണ്. അപ്പോൾ ലീഗ് കളിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് SDPIയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കേരള ഭരണത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ്.
അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ സീറ്റ് വിഭജനത്തിൽ SDPIക്കും കൂടെ സീറ്റ് നൽകുമോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറപാങ്ങോട് നിന്ന് SDPI നേടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? SDPI കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ ആകുന്നു. ഈ UDFുമായിട്ട് ചേർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ സീറ്റ് ചോദിച്ചാൽ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. UDFിന് ചിലപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വരും. ലീഗ് ചിലപ്പോൾ ഇവരെല്ലാം ഒന്നിക്കാൻ നടത്തുകയല്ലേ. ലീഗ് ഒരു അനുരഞ്ജനത്തിന് തയ്യാറായി അവരുടെ സീറ്റ് പോലും വേണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ SDPIയെ ഇവിടെ വളരാൻ അനുവദിക്കുന്നത് UDF ആണ് പ്രധാനമായിട്ടും. എന്തായാലും വളരും തോറും ഇതിന് നോട്ടമിട്ടിരിക്കുകയാണ് കേന്ദ്രം.